നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മേപ്പയ്യൂർ സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പാക്കനാപുരം ഗാന്ധി സദനം ശുചീകരിച്ചു. ഗാന്ധിയനും മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1921 കേരള ഗാന്ധി കേളപ്പജി മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഇരിങ്ങത്ത് പാക്കനാർപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഗാന്ധി സദനത്തിന്റെ കെട്ടിടം പുതുക്കിപ്പണിയുന്നത് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഫണ്ട് വകയിരുത്തുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്ന് ഗാന്ധിയനും മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഗാന്ധിജി തന്നെ പറഞ്ഞത്, ഗാന്ധിജി എല്ലാ കാര്യവും തുടങ്ങിയത് പ്രാർത്ഥനയിലൂടെ. പ്രാർത്ഥനയ്ക്ക് ആധാരമായുള്ളത് ദൈവവിശ്വാസമാണ്. ഈ ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം, അല്ലെ ബിഗിനിങ് ഓഫ് ഫ്രീഡം എന്ന് ഗാന്ധി പറഞ്ഞു. ദൈവഭയമാണ് സ്വാതന്ത്ര്യത്തിന്റെ അഥവാ പാണ്ഡിത്യത്തിന്റെ, വിജ്ഞാനത്തിന്റെ അടയാളം, തുടക്കമെന്ന് പറഞ്ഞു. പഴയകാലത്ത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ ഗാന്ധി സദനത്തിലെ ഹോസ്റ്റലിൽ താമസിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്ന സ്ഥാപനം ഇന്ന് നിർജീവ അവസ്ഥയിലാണുള്ളത്. സ്ഥാപനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രദേശവാസികളുടെയും രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക സംഘടനകളുടെയും യോജിച്ച കൂട്ടായ്മ ഉയർന്നുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഠനകേന്ദ്രം ചെയർമാൻ സുനിൽ ഓടയിൽ അധ്യക്ഷത വഹിച്ചു. NK വത്സൻ, K ലോഹ്യ, P മോനിഷ, ഭാസ്കരൻ കൊഴുക്കല്ലൂർ, നിഷാദ് പൊന്നങ്ങണ്ടി, TM രാജൻ, KT രതീഷ്, KV വിനീതൻ, OM രാധാകൃഷ്ണൻ, വള്ളിൽ പ്രഭാകരൻ, KM മുരളീധരൻ, ഗാന്ധി സദനം ക്ഷേമസമിതി ഭാരവാഹികളായ വെളുത്തേടത്ത് ചെക്കോട്ടി, EK കുഞ്ഞികൃഷ്ണൻ നായർ, തൊറമണ്ണിൽ ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി അഷ്റഫ് വള്ളിയോട്ട് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് C വിനോദൻ നന്ദി പറഞ്ഞു. മധു മാവുള്ളാട്ടിൽ, CK ശശി, അനിത ചാമക്കാലയിൽ, KT പ്രമോദ്, ബബീഷ് കുട്ടോത്ത്, NP ബിജു, MP അശോകൻ, PK അഭിലാഷ്, KM പ്രമീഷ് തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകിയതായി സുനിൽ ഓടയിൽ പറഞ്ഞു. സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇരിങ്ങത്ത് ഗാന്ധി സദനം ഹോസ്റ്റലും അതേപോലെ പരിസര പ്രദേശവും ശുചീകരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്ര നിയോജക മണ്ഡലം ആസ്ഥാനമാക്കിയാണ് ഞങ്ങൾ സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം പ്രവർത്തിച്ച് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇവിടെ പഴയ കാലത്ത് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ, അതേപോലെ പിന്നോക്കം നേരിടുന്ന കുട്ടികൾ, ഇവർക്ക് ഇവിടെ താമസിച്ച് പഠിച്ച് സർക്കാരിൻ്റെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി ഈ സ്ഥാപനവും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ നിർജ്ജീവമായി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കെട്ടിടം ഇവിടെ ഗവൺമെൻറ്, ഉത്തരവാദപ്പെട്ട കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ സ്ഥാപനത്തെ ഇവിടെ സംരക്ഷിക്കാൻ തയ്യാറാവണം. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ കെട്ടിടം അറ്റകുറ്റപ്പണികൾ ഇതേ രൂപത്തിൽ ഭംഗിയായി നിലനിർത്തി പഴയ കാലത്തേക്കുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉത്തരവാദപ്പെട്ട ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രത്തിന് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.